ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഒരു പലാസോ പാൻറ് എങ്ങനെ വെട്ടി തയ്ക്കാമെന്നാണ്. ഇതിനായിട്ട് നമ്മൾ തയ്ച്ചു കഴിഞ്ഞ പാൻറിൽ നിന്നാണ് അളവെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് തയ്ച്ച കുർത്തിയിൽ നിന്നും പാൻറിൽ നിന്നും അളവെടുക്കുക എന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ പോയി കണ്ടോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമന്റിലോ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ തയ്യൽ ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് വെട്ടി തയ്ക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ പാൻ പീസിനെ 4ആയി മടക്കിയിട്ടുണ്ട്. ആദ്യം നമുക്കിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് ഇലാസ്റ്റിക്കിനെ മടക്കി അടിക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണ്. ഇനി നമുക്ക് ലെങ്ത് 40 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിന്റെ താഴെയായി 2 ഇഞ്ച് എക്സ്ട്രാ കൂടി മാർക്ക് ചെയ്യാം. ഇത് പാന്റിന്റെ കര മടക്കി അടിക്കാനുള്ള തയ്യൽ തുമ്പാണ്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത ഭാഗങ്ങൾ 2 സൈഡിൽ നിന്നും ഒരേപോലെ ഒരു ലൈൻ വരച്ച് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് വേസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 27 ഇഞ്ചാണ് വേസ്റ്റ് അളവ് വന്നിട്ട് 27 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6.25 കിട്ടും. ആ 6.25 ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇതിലേക്ക് ഒരു 5 ഇഞ്ച് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇലാസ്റ്റിക് വലിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ടോട്ടൽ നമുക്ക് 11.25 ഇഞ്ചാണ് കിട്ടുന്നത്. ഇനി പാന്റിന്റെ ക്രോച്ച് വന്നിട്ട് 16.5 ഇഞ്ചാണ്. ഇലാസ്റ്റിക്കിന്റെ തയ്യൽ തുമ്പും കൂടി 18.5 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി ആ മാർക്കിങ്ങിൽ വേസ്റ്റിന്റെ 11.25 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് ക്രോച്ചിന്റെ ഷേപ്പിന് വേണ്ട 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യാം. ഇനി മാർക്ക് ചെയ്ത പോയിന്റിലൂടെ വേസ്റ്റിൽ നിന്നും താഴേക്ക് ഒരു ലൈൻ കൊടുക്കാം. ക്രോച്ചിന്റെ ഷേപ്പിനായിട്ട് നമ്മളിവിടെ 1.5 ഇഞ്ചാണ് മാർക്കിംഗ് കൊടുക്കുന്നത്. ഇനി ഈ 1.5 ഇഞ്ചിന് മുകളിലൂടെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പാന്റിന്റെ താഴെ ഭാഗം മാർക്ക് ചെയ്യാം. പലാസോ പാന്റ് ആയതിനാൽ ഇതിന്റെ ബോട്ടം വന്നിട്ട് 28 ഇഞ്ചാണ്. 28നെ 2 കൊണ്ട് ഗുണിച്ച് 14 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇനി ക്രോച്ചിൽ നിന്നും താഴേക്ക് ഒരു വര വരച്ച് ജോയിൻ ചെയ്യാം. ഇവിടെ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ താഴെ നിന്നും മുകളിലേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പലാസോ പാന്റ് കട്ടിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ വേസ്റ്റിന് വേണ്ട ഇലാസ്റ്റിക് എടുക്കാം. വേസ്റ്റ് അളവ് വന്നിട്ട് 27 ഇഞ്ചാണ്. അതിൽ നിന്നും 2 ഇഞ്ച് കുറച്ച് 25 ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇത് ഇലാസ്റ്റിക് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ആദ്യം പാന്റിന്റെ കര മടക്കി അടിക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം ചെറിയൊരു മടക്കി പിന്നെ വലിയൊരു മടക്കും കൂടി മടക്കി തയ്ക്കാം. തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലായിടത്തും ഒരേപോലെ വേണം മടക്കാൻ. ഇതേപോലെ 2 കാലിന്റെ സൈഡും മടക്കി അടിക്കാം. അങ്ങനെ ഞാനിവിടെ 2 കാലും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 കാലിന്റെയും ക്രോച്ച് ജോയിൻ ചെയ്യാം. അതിനായിട്ട് കാലിന്റെ ഒരു പീസ് ആദ്യം നിവർത്തിയിടുകയാണ്. ഇപ്പോൾ ഇതിന്റെ നല്ല ഭാഗം മുന്നിലേക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി മറ്റേ കാലും കൂടി നിവർത്തിയിടാം. ഇതിന്റെ നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സൈഡിലൂടെ ക്രോച്ച് ജോയിൻ ചെയ്യാം. ഇവിടെ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ 2 സൈഡും ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് മടക്കി അടിക്കാം. എത്ര ഇഞ്ച് ഇലാസ്റ്റിക് ആണോ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് വേണം മടക്കി അടിക്കാൻ. ഞാനിവിടെ 1 ഇഞ്ച് ഇലാസ്റ്റിക് ആണ് എടുത്തിരിക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ മൊത്തം മടക്കി അടിക്കാം. കുറച്ച് സ്പേസ് ഇലാസ്റ്റിക് ഇടാനുള്ളത് വിട്ട് വേണം അടിക്കാൻ. ഇതേപോലെ ഞാൻ മൊത്തത്തിൽ അടിച്ചിട്ടുണ്ട്. ഇലാസ്റ്റിക് ഇടാനുള്ള കുറച്ച് സ്പേസ് വിട്ട് കൊടുത്തിട്ടുമുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിന്റെ ഉള്ളിലോട്ട് ഇലാസ്റ്റിക് ഇടാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക്കിലേക്ക് ഈ സേഫ്റ്റി പിൻ കുത്തിക്കൊണ്ട് അതിലൂടെ ഈ വേസ്റ്റ് ബാൻഡിനകത്തേക്ക് ഇടാം. ഇപ്പുറത്തെ സൈഡിൽ നിന്നും തുടങ്ങി അപ്പുറത്തെ സൈഡ് വരെ കൊണ്ടുവരാം. ഇനി ഈ 2 ഭാഗവും ഒരേ സൈഡിലേക്ക് വരുന്ന രീതിയിൽ സേഫ്റ്റി പിൻ കുത്തി കൊടുക്കാം. ഇനി നമുക്കിതിനെ കറക്റ്റ് ഒരേപോലെ ചെയ്ത് ഇലാസ്റ്റിക്കിന്റെ 2 സൈഡും ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് സേഫ്റ്റി പിൻ അഴിച്ചു കൊടുക്കാം. ഇലാസ്റ്റിക്കിനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സൈഡിന് മുകളിൽ മറ്റേ സൈഡ് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഇലാസ്റ്റിക് ജോയിൻ ചെയ്ത ഭാഗത്ത് കട്ടി കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 3-4 സ്റ്റിച്ച് ഒരേപോലെ ഇട്ട് കൊടുക്കും. ഇനി ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ഇവിടെ ഇലാസ്റ്റിക്കിനെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇതിനെ ഉള്ളിലോട്ടാക്കി കറക്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നേരെ മെഷീനിലോട്ട് വെച്ച് കൊടുക്കാം. ഇലാസ്റ്റിക്കിന് മുകളിൽ സ്റ്റിച്ച് വീഴാത്ത രീതിയിൽ വേണം തയ്ച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളിവിടെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി വേസ്റ്റ് ബാൻഡിനെ ഒന്ന് വലിച്ചു കൊടുത്ത് എല്ലായിടത്തും ഒരേപോലെ ആക്കാം. ഇനി ഇലാസ്റ്റിക്കിന് മുകളിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഇലാസ്റ്റിക് വെച്ച സ്ഥലം ഒന്ന് വലിച്ചു പിടിച്ച് മിഷനിലോട്ട് വെക്കാം. ഇനി ഇലാസ്റ്റിക്കിനെ വലിച്ചുകൊണ്ട് ഒരു സ്റ്റിച്ച് അതിന് മുകളിലൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഫുൾ റൗണ്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഇലാസ്റ്റിക് തിരിഞ്ഞു പോവാതിരിക്കാനും വേസ്റ്റ് ബാൻഡ് നല്ല പെർഫെക്റ്റോടെ ഇരിക്കാനും വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ മൊത്തത്തിൽ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് പാന്റിന്റെ ബോട്ടം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ബോട്ടം വന്നിട്ട് 28 ഇഞ്ചാണ്. 28ന്റെ പകുതി 14 ഇഞ്ച് നമുക്ക് ഇവിടെ 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊരു പലാസോ പാന്റ് ആയതിനാലാണ് ഇത്രയും വൈഡ് ഉള്ളത്. ഇനി നമുക്ക് പാന്റിന്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പാന്റിന്റെ മിഡിൽ ഭാഗം അതായത് ക്രോച്ച് സൈഡിൽ നിന്നുമാണ് ജോയിൻ ചെയ്ത് തുടങ്ങുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ ക്രോച്ചിനെ ഒരേപോലെ വെച്ചുകൊണ്ട് ജോയിൻ ചെയ്ത് തുടങ്ങും. ഞാനിവിടെ പാന്റിന്റെ താഴെ വരെ
വരെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഡബിൾ സ്റ്റിച്ച് ഇട്ടുകൊണ്ട് മറ്റേ കാലിന്റെ അറ്റം വരെ ജോയിൻ ചെയ്ത് 2 കാലിലും ഡബിൾ സ്റ്റിച്ച് ഇട്ടുകൊണ്ട് ഹാൻഡിന്റെ ക്രോച്ചിന്റെ ഭാഗത്തായിട്ടാണ് സ്റ്റിച്ചിങ് അവസാനിക്കുന്നത്. ഞാനിവിടെ പാന്റിന്റെ 2 കാലും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാന്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിന് വേണ്ടി അളവെടുത്തിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്ത പാന്റിൽ നിന്നാണ്. എങ്ങനെ സ്റ്റിച്ച് ചെയ്ത പാന്റിൽ നിന്നും കുർത്തിയിൽ നിന്നും അളവെടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനി ഇതിന്റെ കുർത്തി കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയി ഉടനെ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഓർഡറുകൾക്കായി സീലൂക്സ് എന്ന ഞങ്ങളുടെ പേജിലോ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.